നമസ്കാരം. LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2017 തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ നടന്ന LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. കേരള നദികളെ കുറിച്ച്. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി എന്നാൽ ഓപ്ഷൻ എ നെയ്യാറ് എന്നാണ് ഉത്തരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി 16 കിലോമീറ്റർ മാത്രം നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ്. ബാലപ്പോണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, അതുപോലെ ലയൺ സഫാരി പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദീതീരത്താണ്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആണെങ്കിലും അതുപോലെ ലയൺ സഫാരി പാർക്ക് ആണെങ്കിലും. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എന്ന് ചോദിച്ചാലും നെയ്യാറ് തന്നെയാണ് ഉത്തരം. ഈ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലെ മരക്കുന്നം ദ്വീപാണ്. മരക്കുന്നം ദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം പെരിയാറാണ്. 244 കിലോമീറ്റർ ഉള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏറ്റവും നീളം കുറഞ്ഞ നദി നമ്മൾ നേരത്തെ പറഞ്ഞു, ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മഞ്ചേശ്വരം പുഴയാണ്. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ 17 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഐരൂർ പുഴയാണ്. ഐരൂർ പുഴ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുമ്പോഴത്തേക്കും 19 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന രാമപുരം നദിയാണ്. രാമപുരം നദിയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അതുപോലെ തന്നെ പല പേരുകളിൽ നമുക്കറിയാം, പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്ന പുഴയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നീള, പൊന്നാനിപ്പുഴ, അല്ലെങ്കിൽ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴ തന്നെയാണ്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക പുഴ. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചൂലികപ്പുഴ. അത് ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചൂലികപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്, കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ്. ചാലിയാർ നദിയാണ്. ചൂലികപ്പുഴ, കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ. കേരളത്തിലെ മഞ്ഞ നദി ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കുറ്റ്യാടിപ്പുഴയാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടി തന്നെയാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴ തന്നെയാണ്. കുറ്റ്യാടി തന്നെയാണ്. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിയാണ്. അതുപോലെ മുരാട് പുഴ എന്ന് ചോദിച്ചാലും കുറ്റ്യാടിയാണ്. പയസ്വിനി, കാസർഗോഡ് നഗരത്തെ യു ഷേപ്പിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് പയസ്വിനി ചന്ദ്രഗിരി പുഴ. പയസ്വിനി ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത് എന്നാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാലയത്തിലുള്ളത്. ഹിമാദ്രി അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ, ഹിമാചൽ ലെസർ ഹിമാലയ, സിവാലിക് ഔട്ടർ ഹിമാലയ. ഇതിൽ ഏറ്റവും വടക്ക് ഹിമാദ്രിയും പിന്നെ ഹിമാചലും പിന്നെ ശിവാലിക്കുമാണ് വരുന്നത്. ഹിമാലയത്തിലെ എല്ലാ പർവ്വതങ്ങളും എല്ലാ കൊടുമുടികളും ഉയരമേറിയ എല്ലാ പർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ ഹിമാദ്രിയിലാണ്. ഓപ്ഷൻ എ ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിന്റെ എല്ലാ ഉയരം കൂടിയ പർവ്വതവും ഹിമാദ്രി റീജിയനിലാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയും ഹിമാദ്രിയാണ്. അപ്പൊ എടുത്തു പറയേണ്ട എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിൽ തന്നെയാണ്. ഹിമാദ്രി നിരകളിൽ തന്നെയാണ്. ഹിമാദ്രി എന്നത് ഇന്ത്യയുടെ ആർട്ടിക് പര്യവേഷണം, ആർട്ടിക് പ്രവർത്തനം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആർട്ടിക് പര്യവേഷണ കേന്ദ്രത്തിന്റെ പേരും ഹിമാദ്രി എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാദ്രി ഇന്ത്യയുടെ ആർട്ടിക്കിൽ ഉള്ള ആദ്യ പര്യവേഷണ കേന്ദ്രം. ആർട്ടിക്കിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യ പര്യവേഷണ കേന്ദ്രം അറിയപ്പെടുന്നത് ഹിമാദ്രി എന്ന പേരിലാണ്. 2008 ആർട്ടിക്കിൽ ഇത്തരത്തിലുള്ളൊരു പര്യവേഷണ കേന്ദ്രം ഇന്ത്യ ആരംഭിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ് ഓർത്തു വയ്ക്കാൻ. നമുക്കറിയാം ആർട്ടിക് എന്ന് പറയുന്നത് നോർത്തേൺ ആണ്, അല്ലെ?
ഉത്തര ധ്രുവത്തിലാണ്, ഏറ്റവും വടക്കാണ്. അതുപോലെ ഹിമാദ്രി എന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചു, ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കുള്ള ഏറ്റവും വടക്കു ഭാഗത്തെയാണ് വടക്കു ഭാഗത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി എന്നും പറയുന്നത്. അപ്പൊ വടക്കുള്ള ആർട്ടിക്കിൽ അല്ലെ, വടക്കുള്ള ആർട്ടിക്കിൽ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രം എന്നത് ഹിമാദ്രി. ആദ്യത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. 2008 ആരംഭിച്ചത്. 2008 ആരംഭിച്ചത്. ഹിമാലയത്തിന്റെ രാജ്ഞി എന്ന് പറയുകയാണെങ്കിൽ, ഹിമാലയത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ആണ് ഹിമാലയത്തിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹി സുൽത്താൻമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഡൽഹി സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദ്യം. 1206 മുതൽ 1526 വരെയാണ് ഇന്ത്യയിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടം. 1206 മുതൽ 1526 വരെ. ആദ്യം അടിമ വംശവും പിന്നെ ഖൽജി വംശവും അതിനുശേഷം തുഗ്ലക്, സയ്യിദ്, ലോധി. ഓപ്ഷൻ ഡി ആണ് കൃത്യമായ ഓർഡർ. അടിമ, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്നതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്രമം. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ തുഗ്ലക് വംശമാണ്. ഏറ്റവും കുറവ് കാലം ഭരിച്ചിരുന്നത് ഖിൽജിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക്കും ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ച രാജവംശം ഖൽജിയുമാണ്. ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഡൽഹി രാജവംശത്തിന് തുടക്കം കുറിച്ചത് അടിമ വംശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം എന്ന് പറഞ്ഞാലും അടിമ രാജവംശമാണ്. മാംലൂക്ക് രാജവംശം, അടിമ രാജവംശം, ഇൽബാരി രാജവംശം എന്നൊക്കെ ഈ രാജവംശം അറിയപ്പെടുന്നു. അടിമ രാജവംശം സ്റ്റാർട്ട് ചെയ്തത്, സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തത് കുത്തബ്ദീൻ ഐബക്ക് ആണ്. ഐബക്കിന് ശേഷം ഇൽത്തുമിഷ് വരുന്നു. ഇൽത്തുമിഷിന് ശേഷം സുൽത്താന റിസിയ വരുന്നു. അതിനുശേഷം ബാൾബൻ. ആ ഒരു ഓർഡറിലാണ് അടിമ വംശത്തിലെ രാജാക്കന്മാർ വരുന്നത്. അപ്പൊ ഇവിടെ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഡൽഹി ഭരിച്ച അല്ലെങ്കിൽ ഡൽഹി സിംഹാസനത്തിൽ ഏറിയ ഒരേ ഒരു വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റസിയ സുൽത്താന. റസിയ സുൽത്താന ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. റസിയ സുൽത്താന. അപ്പോ SCERT ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ 6ാം ക്ലാസ് SCERT ഒന്നാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ചും ഇൽത്തുമിഷിനെ കുറിച്ചും ബാക്കി സുൽത്താനേറ്റ് വംശങ്ങളെ കുറിച്ചും അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് SCERT ടെക്സ്റ്റ് ബേസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡൽഹി സുൽത്താൻമാർ. ഡൽഹി സുൽത്താൻമാർ. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ഏത് ഡൽഹി ഭരണാധികാരിയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഖൽജി വംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലാവുദ്ദീൻ ഖൽജി അല്ലെ. അലാവുദ്ദീൻ ഖൽജിയാണ് സിക്കന്ദർ ഐസാനി രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. തങ്ക, ജിറ്റാൾ SCERT ടെക്സ്റ്റിൽ വളരെ എടുത്തു പറയുന്നുണ്ട്. തങ്ക, ജിറ്റാൾ എന്നീ നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പേര് തന്നെ ഓർത്തിരിക്കണം. തങ്ക അതുപോലെ ജിറ്റാൾ എന്നീ നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൽഹി സുൽത്താൻമാരാണ്. ആരുടെ ഭരണകാലഘട്ടത്ത് എന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ്. അടിമ വംശത്തിലെ ഇൽത്തുമിഷിന്റെ കാലത്താണ് തങ്കയും ജിറ്റാളും എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയത്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോക്കൺ കറൻസി സമ്പ്രദായം. ടോക്കൺ കറൻസി സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പോള പരിഷ്കരണം കൊണ്ടുവരുന്നത് അലാവുദ്ദീൻ ഖൽജിയുടെ സമയത്താണ്. അതുപോലെ തപാൽ സമ്പ്രദായം, കമ്പോള സമ്പ്രദായവും തപാൽ സമ്പ്രദായവും ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖൽജിയുടെ സമയത്താണ്. അലാവുദ്ദീൻ ഖൽജിയുടെ സമയത്താണ്. ആ സമയത്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു സമ്പ്രദായമാണ് ദാഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദാഗ് എന്ന് പറഞ്ഞാൽ കുതിരയെ ചാപ്പ് കുത്തുന്ന ഒരു സമ്പ്രദായമാണ് ദാഗ്. അപ്പൊ ഈ കുതിരയെ ചാപ്പ കുത്തുന്ന ദാഗ് എന്ന സമ്പ്രദായം തുടക്കമിട്ടതും അലാവുദ്ദീൻ ഖിൽജിയാണ്. അടുത്തതും മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണ്.
SCERT ടെക്സ്റ്റിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കുമാണ് വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച്. അപ്പോൾ നമുക്കറിയാം വിജയനഗര സാമ്രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 4 വംശം ഉണ്ടായിരുന്നു: സംഗമ, സലുവ, തുളുവ, അരവിഡു. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം കൃഷ്ണദേവരായർ, വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ ഇതിൽ പറയുന്ന ഏത് രാജവംശത്തിലാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻ സി ആണ്. കൃഷ്ണദേവരായർ തുളുവ ഡൈനാസ്റ്റിയാണ്, തുളുവ രാജവംശമാണ്. ഹരിഹരനും ബുക്കനുമാണ് വിജയനഗരം സാമ്രാജ്യ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. 1336 AD 1336 വിജയനഗരം സ്ഥാപിക്കുന്ന വർഷം. ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് കൃഷ്ണദേവരായർ. ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നൊക്കെ അദ്ദേഹമാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, 8 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരടങ്ങിയ കൃഷ്ണദേവരായരുടെ സദസ്സാണ് അഷ്ടദിഗ്ഗജൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അഷ്ടദിഗ്ഗജന്മാരില് പ്രധാനപ്പെട്ട ഒരാളാണ് തെന്നാലി രാമൻ. നമുക്കൊക്കെ വളരെ പരിചയമുള്ള തെന്നാലി രാമൻ. ജാമ്പവതി കല്യാണവും ഉഷാപരിണയവും കൃഷ്ണദേവരായരുടെ കൃതികളാണ്. സംസ്കൃതത്തിൽ കൃഷ്ണദേവരായർ എഴുതിയ കൃതിയാണ് ജാമ്പവതി കല്യാണവും ഉഷാപരിണയവും. അമുക്തമാല്യത. ഓക്കെ, അമുക്തമാല്യതയാണെങ്കിൽ കൃഷ്ണദേവരായരുടെ കൃതി തന്നെയാണ്. തെലുങ്ക് ഭാഷയിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് അമുക്തമാല്യത. ഓക്കെ, അമുക്തമാല്യത. അപ്പൊ കൃഷ്ണദേവരായർ PSCയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് വംശത്തിലാണ് ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അഷ്ടദിഗ്ഗജങ്ങളെ കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കൂടാതെ ഞാൻ പറഞ്ഞു SCERT ടെക്സ്റ്റിലാണെങ്കിലും വളരെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, മധ്യകാല ഇന്ത്യയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട് വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച്. വിജയനഗരം തകരാൻ ഇടയായ യുദ്ധം എന്ന് പറയുന്നത് 1565 നടന്ന തളിക്കോട്ട യുദ്ധമാണ്. ഓക്കെ, തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായത്. തളിക്കോട്ട യുദ്ധം. വർഷം കൂടി പഠിക്കണം, 1565. അടുത്ത ചോദ്യം, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? നമുക്കറിയാം കേരളത്തിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു: കബനി, ഭവാനി, പാമ്പാർ. ഇത് 3ഉം തന്നെ കാവേരി നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, കബനി ആണെങ്കിലും കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരി നദിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായും തമിഴ്നാട്ടിൽ കൂടിയാണ് കാവേരി നദി ഒഴുകുന്നത്. കാവേരി നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രവും പൊഗ്ഗനക്കലും. ശിവസമുദ്രം പദ്ധതി വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 1902 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി. 1902 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വരുന്നത് ശിവസമുദ്രം പദ്ധതിയാണ്. കാവേരി നദിയിൽ ശിവസമുദ്രം പദ്ധതിയാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കാവേരി നദീജല തർക്കത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള ഒരു ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 1990. കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് 1990. കബനി നദിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഓക്കെ, കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ നാഗർഹോള നാഷണൽ പാർക്ക്. ഓക്കെ, നാഗർഹോള നാഷണൽ പാർക്ക് കർണാടകയിലാണ്. നാഗർഹോള നാഷണൽ പാർക്ക് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് നാഗർഹോള. ഓക്കെ, കർണാടക. കാവേരി നദി ശ്രീരംഗപട്ടണം ആണെങ്കിലും ശിവസമുദ്രം ആണെങ്കിലും ഒക്കെ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു നൃത്തരൂപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൊക്കെ നമുക്കറിയാം. യക്ഷഗാനം എന്നത് കർണാടക സംസ്ഥാനത്തിൻ്റെതാണ്, കർണാടകയുടേതാണ്. കരകാട്ടം തമിഴ്നാടാണ്. കോലാട്ടം ആന്ധ്രാപ്രദേശ് ആണ് എന്നൊക്കെ അറിയാം. ഇവിടെ ബിഹുവിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ബിഹു ഓപ്ഷൻ ഡി അസമാണ്. ബിഹു അസമാണ്. തമാശ ഓൾറെഡി ചോദിച്ച് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തമാശ മഹാരാഷ്ട്രയുടെ നൃത്തരൂപമാണ് തമാശ. ഗർഭ നൃത്തരൂപമാണെങ്കിലോ അത് ഗുജറാത്തിൻ്റെതാണ്. ഓക്കെ, ഭാംഗ്ര അത് എല്ലാവർക്കും അറിയാം. ഭാംഗ്ര
പഞ്ചാബിന്റെ നൃത്തരൂപമാണ് ഭാംഗ്ര. ലോത്തയാണെങ്കിൽ മധ്യപ്രദേശ്. ലോത്ത മധ്യപ്രദേശ്. സ്വാങ് എന്ന നൃത്തരൂപം ഹരിയാനയുടേതാണ്. സ്വാങ് ഹരിയാന. ഓക്കെ, സ്വാങ് ഹരിയാന. അപ്പൊ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ പഠിക്കുക. സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. PSCക്ക് പഠിക്കുന്ന എല്ലാവർക്കും സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബേസിക് പോയിന്റ്സും അറിയാം അല്ലെ? സൈലന്റ് വാലി പാലക്കാടാണ്. കേരളത്തിലെ ഒരു നാഷണൽ പാർക്കാണ്. ഇവിടെ സാധാരണ കാണുന്ന ചീവീടുകളുടെ പ്രസൻസ് ഇല്ല, ചീവീടുകൾ ഇല്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ഓക്കെ, സിംഹവാലൻ കുരങ്ങുകൾ. അപ്പൊ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക്ക സിലനസ്. ചിലപ്പോൾ പരീക്ഷയിൽ ശാസ്ത്രീയ നാമം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മക്കാക്ക സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. ഇത് ഉള്ളത് വെടിപ്ലാവുകളിലാണ്. ഓക്കെ, സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണാൻ കാരണം എന്ന് പറയുന്നത് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കുല്ലിനിയ എക്സാറിലാറ്റ. ഓക്കെ, ഇനി സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത്. 1914 സൈലന്റ് വാലി ഒരു റിസർവ് വനമാകുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ 2007 സൈലന്റ് വാലിയെ ഒരു ബഫർ സോണായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയാണ്. അപ്പൊ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കറാണ്. കാവാലം മാധവ പണിക്കറാണ് കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കാവാലം മാധവ പണിക്കറെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ രാജ്യസഭ MP എന്ന് പറയുന്നത് KM പണിക്കറാണ്. ഓക്കെ, KM പണിക്കറാണ്. പഴശ്ശിയെ കുറിച്ച് നമുക്കറിയാം. പഴശ്ശിരാജാവ്, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവിനെ കുറിച്ച് അറിയാം. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1793 മുതൽ. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 4 വർഷം 1797 വരെയാണ്. ഓക്കെ, 7 വരെയാണ്. പിന്നെ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു, സർവ്വസൈന്യാധിപൻ കൈത്തേരി അമ്പു, നായർ സൈന്യതലവൻ എടച്ചേന കുങ്കൻ, പ്രധാനമന്ത്രി കണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഈ പേരുകളൊക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഓക്കെ, പഴശ്ശിയെ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഏത് ബ്രിട്ടീഷ് സൈന്യാധിപൻ ആണ് എന്ന് പറഞ്ഞാൽ കേണൽ ആർതർ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവം അടിച്ചമർത്തുന്നത്. 1805 നവംബർ 30 പഴശ്ശി മരണമടയുന്നത്. 1805 നവംബർ 30. മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. ഇവിടെ CB രാമൻ പിള്ളയെ കുറിച്ചുണ്ട്. കേരളത്തിലെ ചരിത്ര നോവലുകൾ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ മുതലായ നോവലുകൾ എഴുതിയിട്ടുള്ളത് CB രാമൻ പിള്ളയാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നു CB രാമൻ പിള്ള. കേരളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവലാണ് ഭാസ്കര മേനോൻ രചിച്ച വ്യക്തിയാണ് അപ്പൻ തമ്പുരാൻ. ഭാസ്കര മേനോൻ കേരളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവലാണ്. ഓക്കെ, ഡിറ്റക്റ്റീവ് നോവലാണ് ഭാസ്കര മേനോൻ. അത് രചിച്ചത് അപ്പൻ തമ്പുരാൻ. ഓപ്ഷൻ D. അടുത്തത് ന്യൂക്ലിയർ പവർ
പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം താരാപൂർ മഹാരാഷ്ട്രയിലാണ്, നറോറ ഉത്തർപ്രദേശിലാണ്. താരാപൂരിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ആണെങ്കിലും താരാപൂർ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ ആണ്. നറോറ ഉത്തർപ്രദേശിലാണ്, കൈഗ കർണാടകത്തിലാണ്, കൽപ്പാക്കം കർണാടകമല്ല, കൽപ്പാക്കം തമിഴ്നാടാണ്. കൽപ്പാക്കം, അതുപോലെ കൂടംകുളം ആണവ നിലയം, കൽപ്പാക്കം ആണവ നിലയം എവിടെയാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാടാണ്. താരാപൂർ നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയാണ്. ഇനി ജയ്താംപൂർ ആണെങ്കിലും, ഓക്കെ, ജയ്താംപൂർ ആണെങ്കിലും മഹാരാഷ്ട്ര. താരാപൂർ, ജയ്താംപൂർ മഹാരാഷ്ട്ര. അതുപോലെ റാവത്ത് ബട്ട, കോട്ട, ഈ 2 ആണവ നിലയങ്ങളും രാജസ്ഥാനിലാണ് റാവത്ത് ബട്ട, കോട്ട എന്നീ ആണവ നിലയങ്ങൾ. കാക്രപ്പാറയാണെങ്കിൽ ഗുജറാത്താണ്. ഓക്കെ, കാക്രപ്പാറയാണെങ്കിൽ ഗുജറാത്താണ്. കൂടംകുളം ഒട്ടേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ്. റഷ്യയുമായി സഹകരിച്ചാണ് കൂടംകുളം പദ്ധതി നടപ്പിലാക്കുന്നത്. 1988 നവംബർ 20-നാണ് കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ചത്. കൂടംകുളത്തെ കുറിച്ചാണ് പറയുന്നത്. 1988 നവംബർ 20-നാണ് കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അതുപോലെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവും. ഓക്കെ, ഗോർബച്ചേവും രാജീവ് ഗാന്ധിയുമാണ് 1988 നവംബർ 20-ന് കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു, സുവർണ നാര് എന്നറിയപ്പെടുന്നു ചണം രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചണം ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1-ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ്. 2-ാം സ്ഥാനം ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ, ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, ഇന്ത്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്നത്. ചണവുമായി ബന്ധപ്പെട്ട് റിഷ്റ എന്ന സ്ഥലം നിർബന്ധമായിട്ടും ഓർമ്മിച്ചു വെക്കുക. റിഷ്റ കൊൽക്കത്തയ്ക്കടുത്ത്, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്റയിലാണ് 1855 ആദ്യമായിട്ടൊരു ചണമില്ല് സ്ഥാപിതമാവുന്നത്. 1855 റിഷ്റയിലാണ് ആദ്യമായിട്ട് ചണമില്ല് സ്ഥാപിതമാവുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം 1954 ഏപ്രിൽ 29-നാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. പഞ്ചശീല തത്വം ചൗ എൻ ലായി, ജവഹർലാൽ നെഹ്റു 1954 ഏപ്രിൽ 29. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. 1966 ജനുവരി 10-നാണ് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനും താഷ്കന്റ് കരാറിൽ ഒപ്പുവെക്കുന്നത്. 1966 ജനുവരി 10. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാറും താഷ്കന്റ് കരാറാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കരാറാണ് 1972 ജൂലൈ 2-ന് ഒപ്പുവെച്ച സിംല കരാർ. ഇന്ദിരാഗാന്ധിയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ആണ് ഒപ്പുവെച്ചത്. 1972 ജൂലൈ 2-ലെ സിംല കരാർ. അടുത്ത ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം മുംബൈ ആസ്ഥാനമായിട്ടുള്ള റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1934-ലാണ് റിസർവ് ബാങ്ക് ആക്ട് വരുന്നത്. ആ ആക്ടിന്റെ പിൻബലത്തോടു കൂടി 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1-നാണ്. ഇങ്ങനെ ഒരു റിസർവ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണം എന്ന് പറയുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1935 റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്.
പിന്നെ റിസർവ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ് എന്ന് പറഞ്ഞു. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ശാഖയുള്ളത് തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരത്താണ്. RBIയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. ഓക്കെ, ആദ്യ ഗവർണർ. ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ എന്ന് പറഞ്ഞാൽ CD ദേശ്മുഖ്. ഓക്കെ, RBIയുടെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ CD ദേശ്മുഖ്. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യ ഗവർണർ. CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ്. അതുപോലെ RBI ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി നമുക്കറിയാം മൻമോഹൻ സിംഗ് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ വനിത, അതായത് ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് KJ ഉദ്ദേശ്യ. KJ ഉദ്ദേശ്യാണ് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത KJ ഉദ്ദേശ്യ. ഓക്കെ, KJ ഉദ്ദേശ്യ. റിസർവ് ബാങ്കിന്റെ ചിഹ്നം കൂടി ഒന്ന് സംസാരിക്കാം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. അതുപോലെ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. ഓക്കെ, വൃക്ഷം എണ്ണപ്പന, അതുപോലെ മൃഗം കടുവ. നബാർഡ് ഉണ്ട്. നബാർഡും മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ്. നബാർഡ് രൂപം കൊണ്ടത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1982 ഓക്കെ, 1982 നബാർഡ് രൂപം കൊണ്ടത്. അടുത്തത് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് എന്നാണ്. ഓപ്ഷൻ A 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കുന്നത്. അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2 മൻമോഹൻ സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, മൻമോഹൻ സിംഗ് അതൊരു ദേശീയ ഗ്രാമീണ പദ്ധതിയായിട്ട്, തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നത് 2006 ഫെബ്രുവരി 2 ഓക്കെ, പിന്നീടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് റീനെയിം ചെയ്തത്. ഓക്കെ, നമുക്കറിയാം MNREGP, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ, മഹാത്മാഗാന്ധിജിയുടെ പേരിൽ റീനെയിം ചെയ്തത് 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2009 ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ പേരിൽ റീനെയിം ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ജീൻ ഡ്രസ്സെ, ബെൽജിയംകാരനായിട്ടുള്ള ജീൻ ഡ്രസ്സെ ആണ്. ജീൻ ഡ്രസ്സെ ആണ്. ഓക്കെ, ഡ്രസ്സെ ആണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യമാണെങ്കിലും SCERT ടെക്സ്റ്റുകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഓപ്ഷൻ A ആണ്, ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പലതവണ ചോദിച്ചിട്ടുണ്ട്. 1993 ഒക്ടോബർ 12 ഓക്കെ, 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഓക്കെ, സ്ഥാപിതമാകുന്നത് 1993 ഒക്ടോബർ 12 മാനവ് അധികാർ ഭവനാണ് അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹി മാനവ് അധികാർ ഭവൻ. 5 അംഗങ്ങളാണ് ഉള്ളത്. 5 അംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര ആയിരുന്നു. മലയാളിയായ ഒരു വ്യക്തി
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ടുണ്ട് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ടിരുന്നതും അദ്ദേഹം തന്നെയാണ് അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ മലയാളിയും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലും സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നത്. ഇവിടെ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ജസ്റ്റിസ് MM പരീത് പിള്ള. ഇപ്പോഴത്തെ ദേശീയ കമ്മീഷൻ അധ്യക്ഷൻ HL ദത്തു ആണ്. അതുപോലെ സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ഓക്കെ, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. 2019 ജൂലൈ 27 വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്, പഠിക്കണം. 2019 ജൂലൈ 27 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി, ചില ഭേദഗതികളൊക്കെ വന്നു. ഈ ഒരു നിയമപ്രകാരം ചില മാറ്റങ്ങൾ വന്നു. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രാഷ്ട്രപതി പ്രസിഡന്റ് ഒപ്പുവെച്ചത്. ഓക്കെ, അതൊരു ആക്ട് ആയിട്ട് മാറിയത് 2019 ജൂലൈ 27. ബാലവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനുച്ഛേദം ഏത് എന്നാണ് നമുക്കറിയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, പാർട്ട് 3 ആണ്. അപ്പോ നമ്മൾ 6 രീതിയിലുള്ള അവകാശങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൽ ചൂഷണത്തിനെതിരായ അവകാശങ്ങളാണ് 23ഉം 24ഉം. അപ്പൊ അനുച്ഛേദം 24 ബാലവേലയെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, ചൈൽഡ് ലേബർ നിരോധിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഭരണഘടന സംസാരിക്കുന്നത് 24 അനുച്ഛേദത്തിലാണ്. 24 അനുച്ഛേദം. ഓക്കെ, പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം എല്ലാവർക്കും അറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 ഓക്കെ, 2010 ഏപ്രിൽ 1. ലോക ബാലവേല വിരുദ്ധ ദിനം ആയി ആഘോഷിക്കുന്നത്. ഓക്കെ, ലോക ബാലവേല വിരുദ്ധ ദിനം, വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ജൂൺ 12 ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. അതുപോലെ റഗ്മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് എന്നറിയപ്പെടുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്, റഗ്മാർക്ക്. ഓക്കെ, ബാലവേല ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക്. അപ്പൊ ഇത്തരം ഒരു ആശയം കൊണ്ടുവന്നത് കൈലാഷ് സത്യാർത്ഥിയാണ്. റഗ്മാർക്ക് എന്നൊരു ആശയം കൊണ്ടുവന്നത് കൈലാഷ് സത്യാർത്ഥിയാണ്. റഗ്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. MHRDയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മാനവ ശേഷി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി എന്ന് പറയുന്നത്, ഇപ്പൊ 2020 ഏപ്രിലിൽ ഞാൻ സംസാരിക്കുമ്പോൾ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് രമേശ് നിശാങ്ക്. രമേശ് നിശാങ്ക്. ഓക്കെ, രമേശ് നിശാങ്ക് ആണ്. 2017 ഈ എക്സാം നടക്കുമ്പോൾ പ്രകാശ് ജാവേദ്കർ ആയിരുന്നു. അതിപ്പോ നമുക്ക് ആവശ്യമില്ല. ഇപ്പോ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് നിശാങ്ക് ആണ് MHRD മിനിസ്റ്റർ. 1985 സെപ്റ്റംബർ 26 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. MHRD നിലവിൽ വന്നത് 1985 സെപ്റ്റംബർ 26 MHRD നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ പാർട്ട് 1 കുറച്ച് അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മധ്യകാല ഇന്ത്യ ചരിത്രവും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും കേരള ജോഗ്രഫിയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഇത്തരം ചോദ്യങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സ് അല്ലാത്ത ചോദ്യങ്ങളിൽ ഇനി മാറാനുള്ള സാധ്യതയൊന്നുമില്ല. അത് തന്നെയായിരിക്കും ഉത്തരങ്ങൾ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത്തരം പോർഷൻസ് പഠിക്കുക. താങ്ക് യു.